ഒരു ചെറിയ വനയാത്രയുടെ വീഡിയോ നമുക്കിന്ന് കണ്ടാലോ. ഈ വനം സ്ഥിതി ചെയ്യുന്നത് മുണ്ടക്കയം പുഞ്ചവയലിനടുത്താണ്. നേരത്തെയും ഞങ്ങൾ ഇവിടെ ബേഡ്സ് വാച്ചിങ്ങിന് വന്നിട്ടുണ്ട്. ഈ റോഡിന്റെ രണ്ട് സൈഡും വനമാണ്. ഈ റോഡ് പോകുന്നത് കുഴിമാ വന്ന സ്ഥലത്തേക്കാണ്. ഇത് അപകടം പിടിച്ച സ്ഥലമൊന്നുമല്ല. ഇവിടെ കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കുറെ അധികം ബേഡ്സ് ഉണ്ട്. പ്രത്യേകിച്ച് ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള ദേശാടന കാലങ്ങളിൽ ഇവിടെ കുറെ ബേഡ്സിനെ കാണാറുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ കുറെ ദേശാടന പക്ഷികളെ കണ്ടു. അന്ന് ഞങ്ങളുടെ കയ്യിൽ മൊബൈൽ ലെൻസ് മാത്രമുള്ളായിരുന്നു, ക്യാമറ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ സീസൺ ഒന്നുമല്ല, എങ്കിലും നാട്ടിലെ കുറെ പക്ഷികൾ ഇവിടെ കാണാൻ പറ്റും. ആദ്യം തന്നെ ഞങ്ങൾ അവിടെ ഒരു ബ്ലാക്ക് റംബിൾ ഫ്ലൈം ബാക്ക് എന്ന നമ്മുടെ നാട്ടു മരംകുത്തിയെ കണ്ടു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു സിനേരിയസ് തിറ്റിനെ കണ്ടു. തൊട്ടടുത്ത ജില്ലയിൽ ഒരു യെല്ലോ ബില്ലുടെ ബബ്ലർ വന്നിരുന്നു കണ്ടില്ലേ. ഇത് സിനേരിയസ് തിറ്റിന്റെ കൂടാന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് കൂടുണ്ടാക്കാനുള്ള സ്ഥലം തപ്പുവാണെന്ന് സംശയമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അത്ര കൺഫേം അല്ല. അവൻ പറന്നടുത്ത ചില്ലയിൽ വന്നിരുന്നു. ആ പൊത്തിനടുത്തേക്ക് യെല്ലോ ബില്ലുടെ ബബ്ലർ വന്ന് ബഹളം വെക്കുന്നുണ്ട്. സിനിയറിസ്റ്റിക്ക് ഇപ്പുറത്തിരുന്നെല്ലാം കാണുന്നുണ്ട്. അവിടെ ഒരു കൂട്ടം യെല്ലോ ബില്ലുടെ ബബ്ലർ വന്നു. എന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തേക്ക് ഒരു കോമൺ മൈനയും വന്നു. കണ്ടില്ല അവിടെ ഇരിക്കുന്നത്? നല്ലൊരു കാഴ്ചയായിരുന്നത്. പിന്നെ ഞാനും വാപ്പിയുടെ കുറച്ചുകൂടി മുമ്പിലേക്ക് നടന്നു. പോകുന്ന വഴിയിൽ ഒരു മലബാർ ബുൾസ്ട്രേക്ക് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇലകളൊക്കെ പുഴു അരിച്ചു നിൽക്കുന്ന സമയമാണ്. കണ്ടില്ലേ, ഈ മരത്തിന്റെ ഇലകളെല്ലാം പുഴു അരിച്ചു നിൽക്കുകയാണ്. പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി യാത്ര ചെയ്തു. ആ കാടിനുള്ളിൽ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ, കാണിച്ചു തരാവേ. കണ്ടില്ലേ, മുണ്ടക്കയം പക്ഷിമദേവി ക്ഷേത്രം എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര്. ഈ ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് ഞങ്ങൾ ഒരു ഡോട്ടർ ഡൗനെ കണ്ടു. അവൻ്റെ ചുണ്ടിൽ എന്തോ ഒരു നാരിൻ്റെ കഷ്ണമുണ്ട്, കണ്ടില്ലേ? ചിലപ്പോൾ കൂട് വെക്കാനായിട്ട് എടുക്കുന്നതായിരിക്കും. അപ്പുറത്തുള്ള വേറൊരു മരത്തിൽ ഒരു ഡോട്ടി ഡൗ മുടിയിരിപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഒരു കോമൺ ഹോ കുക്കുവിനെ കണ്ടു. ഞങ്ങളെ കണ്ടതും അവൻ പറന്ന് അപ്പുറത്തെ ചില്ലയിലേക്ക് പോയി. ഞങ്ങൾ ക്യാമറയുമായി പോകുമ്പോൾ അവൻ മാറി മാറി പറക്കുകയായിരുന്നു. കണ്ടില്ലേ, പിന്നെയും പറന്നുപോയി. അവൻ എന്തോ ഒരു പുഴുവിനെയാണെന്ന് തോന്നുന്നു, കഴിക്കുകയാണ്. മലയാളത്തിൽ ഇവരെ പേക്കുയിൽ എന്നാണ് വിളിക്കുന്നത്. ഈ പേക്കുയിലിനെ നോക്കി ഞങ്ങൾ അവിടെ കുറേ നേരം നിന്നു. ഈ തേക്കിൻ്റെ ഇലകളൊക്കെ കണ്ടില്ലേ, പുഴു അരിച്ചു നിൽക്കുന്നത്. വേറൊരു ജില്ലയിൽ ബ്ലാക്ക് ഹുഡഡ് ഓറിയോളെ കണ്ടു. ഇത് പൂർണ്ണ വളർച്ചയെത്തിയൊരു ബേഡല്ല, ഇതൊരു സെമി അഡൽട്ടാണ്. ഇതിന് വലിയ കളറൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു യാത്രയിൽ കാണാം. ബായ്.